ദ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മുടെ ഷറഫുദ്ദീൻ്റെ പുതിയ സിനിമയാണ്. ആൻഡ് ഓ മൈ ഗോഡ്, ദിസ് മൂവി വാസ് സോ ഡാം ഫൺ. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. അഥവാ ഒരു സിമ്പിൾ ഡിറ്റക്റ്റീവ് സ്റ്റോറി, നമ്മൾ ഇതിന് മുന്നേ കണ്ട ഒരു ടൈപ്പ് ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെയാണ്, അതേ പാറ്റേണിലുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും അതെടുത്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഫണ്ണായിട്ടുള്ള, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള, ഒട്ടും ബോറടിപ്പിക്കാത്തൊരു കിടിലൻ ഡിറ്റക്റ്റീവ് പടമായിട്ടാണ് എനിക്ക് ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഫീൽ ചെയ്തത്. അതിൽ കുറേ കാര്യങ്ങൾ പറയേണ്ട. അത് ഞാൻ തന്നെ എടുത്ത് പറയേണ്ട ഈ പടത്തിൻ്റെ മേക്കിംഗ് ആയിരിക്കും. ടെക്നിക്കലി ഈ പടം സൂപ്പറായിട്ടുണ്ട്. വിഷ്വലി ഞാൻ ചില ഫ്രെയിമത്തെ ലൈറ്റിങ്ങും അതുപോലെ കളറിങ്ങൊക്കെ കണ്ട് ഞാൻ വണ്ടടിച്ചിരുന്നു. അതുപോലെ ചില എഡിറ്റിംഗ് പരിപാടികൾ അവർ ഈ സിനിമയിൽ ചെയ്യണം. ഭയങ്കര ഫൺ വൈബ്രൻറ്റ് വൈബുള്ള ഒരു പടമായിരുന്നു വിഷ്വലി ഈ പടം. അതുപോലെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും പറയണം, കുറച്ച് സൗണ്ട് എഫക്ട്സ് പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ചില ഹ്യൂമർ സീൻസിലൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒട്ടും ഓവറാക്കാൻ നല്ല രസമായിട്ട് തന്നെ അവരത് ചെയ്തു വെച്ചു. പിന്നെ ഓഡിയോ പറയുമ്പോൾ രാജേഷ് മുരുകേഷിൻ്റെ മ്യൂസിക് പറയണം. ഓ മൈ ഗോഡ്, ഹീ ഡിഡ് എ ഫെൻറ്റാസ്റ്റിക് ജോബ്. ഇതിന് മുന്നേ ഐ ബിലീവ് പ്രേമത്തിലും അതുപോലെ നമ്മുടെ ഗോൾഡ് എന്നുള്ള സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്ത ആളാണ്. ആൻഡ് എനിക്ക് ആളുടെ വർക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ സിനിമയിലും ആൾ കിടിലനായിട്ട് തന്നെ ചെയ്തു. ചില സീൻസിലൊക്കെ ജെനുവൻലി എപ്പിക് ലെവൽ മ്യൂസിക്കാണ് അണ്ണൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ സീൻസിന് ആപ്റ്റായിട്ടുള്ള, സീൻസിനെ നല്ല രീതിയിൽ തന്നെ എലവേറ്റ് ചെയ്യിപ്പിക്കുന്ന കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയായിരുന്നു. അതുപോലെ പാട്ടുകളും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വൈബ് മ്യൂസിക് തന്നെയായിരുന്നു. പിന്നെ ഓ മൈ ഗോഡ്, ദ പെർഫോമൻസസ്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പടത്തിൻ്റെ പെർഫോമൻസസ് ആയിരിക്കും. ഷറഫുദ്ദീൻ, ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഷറഫുദ്ദീന് വേണ്ടി ഉണ്ടാക്കി വെച്ച ക്യാരക്ടറാണ്. അമ്മാതിരി ആപ്റ്റായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. അത് സൂപ്പറായിട്ട് തന്നെ ഷറഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ നല്ല രസമുള്ള ഒരു ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കരെ പറ്റി പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയേണ്ടി വരും. ലിറ്ററലി എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് തോന്നിപ്പോയി. ബിക്കോസ് ആ ലെവലിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ഐ തിങ്ക് നമുക്ക് കുറേ പേർക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാദർ ക്യാരക്ടറാണ് അത്. രഞ്ജി പണിക്കർ കിടിലായി ചെയ്തു. അതുപോലെ സെയിം തിങ് അരുൺ പ്രദീപ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഓർമ്മ വന്നു ആ ഒരു ക്യാരക്ടർ ചെയ്തു. അത്രയ്ക്കും നന്നായിട്ട് അരുൺ പ്രദീപ് ആ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് നേഡി ടൈപ്പ് ക്യാരക്ടർ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. വിനായകൻ, ഓ മൈ ഗോഡ്, ചില ഡയലോഗ് ഡെലിവറി കൊണ്ട് മാത്രം ആൾക്കാർ തിയേറ്ററിൽ ചിരിപ്പിക്കണ്ടായിരുന്നു. ആ ലെവൽ പരിപാടിയായിരുന്നു ആ ഒരു ക്യാരക്ടർ. സൂപ്പർബായിട്ട് തന്നെ വിനായകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട്, സത്യം പറഞ്ഞാൽ ഒരു പൊട്ടൻ അത്രേ ഉള്ളൂ, ബട്ട് അത് നല്ല രസമായിട്ട് തന്നെ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജോമോൻ ജ്യോതിർ, നമ്മുടെ യൂഷ്വൽ പരിപാടി തന്നെയാണെങ്കിൽ പോലും അത് നല്ല രസമുണ്ടായിരുന്നു. വിജയരാഘവൻ വാസ് ഫെൻറ്റാസ്റ്റിക്, ഹി വാസ് അമേസിങ്. അതുപോലെ വേറെ കുറേ പേരുണ്ട്, പറയണമെങ്കിൽ എല്ലാവരുടെ പേരും പറയേണ്ടി വരും. ബിക്കോസ് അത്രയ്ക്കും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവരി വൺ വെറുതെ വന്ന് പോകുന്നവർ വരെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഹ്യൂമർ ആയിരിക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഈ പടം തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് ചാവാൻ പറ്റുന്ന ഒരു പടമാണ്, അങ്ങനെ ഒന്നുമല്ല. പക്ഷേ ഇടയ്ക്കേറി ചെറിയ ഹ്യൂമർ പരിപാടികൾ അവർ ഇങ്ങനെ ഇടും. അത് നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ച് കാലത്തിന് ശേഷമാണ് സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ഇത്രയും നല്ല രീതിയിൽ ഒരു സിനിമയിൽ ഞാൻ കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്ലൈമാക്സും അതുപോലെ ഇൻ്റർവെല്ലും ആയിരിക്കും. പിന്നെ വേറെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, ബട്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. ചില ട്വിസ്റ്റൊന്നും ഞാൻ ജെനുവലി പ്രെഡിക്റ്റ് ചെയ്തില്ല. അതൊക്കെ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. അങ്ങനെ മൊത്തത്തിൽ ഒരു വൈബ് പടം, തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് അങ്ങനെ ഒട്ടും ബോറടിക്കാതെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമാണ്. എനിക്ക് പടത്തിൽ നെഗറ്റീവ് പറയണമെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ളൂ, ഈ പടം ഒന്ന് ഗ്രിപ്പ് പിടിച്ച് വരാൻ കുറച്ച് നേരം എടുത്തു എന്ന് മാത്രമായിരിക്കും. അഥവാ ഇൻ്റർവെല്ലിൽ ആ ഒരു ഇൻ്റർവെൽ സീൻ ഉണ്ടല്ലോ, അതുവരെ പടം സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു വൈബിലാണ് പോകണം. അല്ലാണ്ട് ഒരു കിടിലൻ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ആ ഒരു ഇൻ്റർവെൽ സീനിന് ശേഷം പടം ശരിക്കും ഒന്ന് കയറുന്നത്. സെക്കൻഡ് ഹാഫ് വാസ് ഓസം. ടോട്ടാലിറ്റിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.